രാഷ്ട്രീയത്തിൽ നിർണായകമായ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങവേ UDF അധികാരത്തിലെത്തിയാൽ ആര് മുഖ്യമന്ത്രിയാകും എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടിയുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല രംഗത്തെത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി പദവി സംബന്ധിച്ച അന്തിമ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് കൈക്കൊള്ളുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് വിജയത്തിനാണ് ഇപ്പോൾ താൻ മുൻഗണന നൽകുന്നതെന്നും ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുത്താലും അത് പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കാൻ താൻ തയ്യാറാണെന്നും ചെന്നിത്തല പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിലെ ഐക്യം ഉറപ്പാക്കാനായി AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചകളിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുമെന്ന ധാരണയിൽ എല്ലാ നേതാക്കളും എത്തിയതായി അദ്ദേഹം വെളിപ്പെടുത്തി. ഹൈക്കമാൻഡിന് തന്നിലുള്ള വിശ്വാസം വലുതാണെന്നും മുന്നണിയിലെ വിജയത്തിലേക്ക് നയിക്കാനുള്ള വലിയ ചുമതലയാണ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് രമേശ് ചെന്നിത്തലയുടെ വിലയിരുത്തൽ. കഴിഞ്ഞ 10 വർഷമായി LDF സർക്കാർ നടപ്പിലാക്കി വരുന്ന ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ജനങ്ങൾ വോട്ട് ചെയ്യണമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അടുത്തിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ചേലക്കര ഒഴികെ എല്ലായിടത്തും UDF വിജയിച്ചതും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ച ഭൂരിപക്ഷവും സർക്കാരിനെതിരായ വിധിയെഴുത്താണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നും ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്ന കേരളത്തിൽ UDFന് അനുകൂലമായ അന്തരീക്ഷമാണ് നിലവിലുള്ളതെന്നും ചെന്നിത്തല നിരീക്ഷിച്ചു. പ്രൊഫഷണലിസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള നൂതനമായ പ്രചാരണ രീതികളാണ് വരും ദിവസങ്ങളിൽ UDF സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാർട്ടിക്കുള്ളിലെ നേതൃമാറ്റത്തെയും തലമുറ മാറ്റത്തെയും കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും അദ്ദേഹം കൃത്യമായ മറുപടി നൽകി. മുതിർന്ന നേതാക്കളെ അവഗണിക്കുന്ന സാഹചര്യം കോൺഗ്രസിനില്ലെന്നും സീനിയേഴ്സിനെയും യുവതലമുറയെയും ഒരേപോലെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. താൻ തന്നെ അത്തരത്തിൽ യുവജന പ്രസ്ഥാനങ്ങളിലൂടെ കടന്നു വന്ന ഒരാളാണെന്നും പുതിയ തലമുറയ്ക്ക് അവസരങ്ങൾ നൽകുകയും അവരെ മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്യുക എന്നത് തന്റെ ഉത്തരവാദിത്തമായി കരുതുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങളിൽ പ്രതീക്ഷ വളർത്താൻ കഴിയുന്ന പുതുതലമുറയെ വാർത്തെടുക്കേണ്ടത് പാർട്ടിയുടെ ഭാവിക്കായി അത്യന്താപേക്ഷിതമാണെന്ന നിലപാടാണ് അദ്ദേഹം പങ്കുവച്ചത്. ശശി തരൂരുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഉയർന്ന ചർച്ചകൾക്കും ചെന്നിത്തല അറുതി വരുത്തി. തങ്ങൾക്കിടയിൽ വളരെ ഊഷ്മളമായ ബന്ധമാണുള്ളതെന്നും പാർട്ടി കമ്മിറ്റികളുമായി തരൂർ പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി തരൂരിന് ചില കാര്യങ്ങളിൽ മുൻപ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെന്നതും സത്യമാണ്. എന്നാൽ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയുമായി നടന്ന ദീർഘകാലമായ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു. തരൂരിന്റെ മനസ്സിലുണ്ടായിരുന്ന ആശങ്കകൾ എന്ന കാർമേഘ പടലങ്ങൾ ഇപ്പോൾ മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം സജീവമായി കോൺഗ്രസിന്റെ പ്രവർത്തന രംഗത്ത് സജീവമാണെന്നും ചെന്നിത്തല വ്യക്തമാക്കി. അതേസമയം കോൺഗ്രസിനെതിരെ പ്രസ്താവനകൾ നടത്തുന്ന മുതിർന്ന നേതാവ് മണിശങ്കർ അയ്യരെ ചെന്നിത്തല രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. മണിശങ്കർ അയ്യർ ഇപ്പോൾ കോൺഗ്രസിനകത്തില്ലെന്നും അദ്ദേഹം CPIMന്റെ വാടക നാവായാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇടയ്ക്ക് പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നതിനും മോദിക്കെതിരെ അപമര്യാദയായി സംസാരിക്കുന്നതുമെല്ലാം മറ്റു പലർക്കും വേണ്ടിയാണെന്ന സംശയമാണ് ചെന്നിത്തല പങ്കുവച്ചത്. ഹൈക്കമാൻഡ് തന്നെ അദ്ദേഹം പാർട്ടിയുടെ ഭാഗമല്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും CPIM അദ്ദേഹത്തെ ഇറക്കുമതി ചെയ്യുന്നത് കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സാമുദായിക സംഘടനകളുമായുള്ള ബന്ധത്തെക്കുറിച്ചും അഭിമുഖത്തിൽ പരാമർശമുണ്ടായി. NSS പലപ്പോഴും സ്വീകരിച്ചു വരുന്ന സമദൂര നയം തുടരുമെന്നാണ് ചെന്നിത്തലയുടെ വിശ്വാസം. ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനെ പിന്തുണച്ചത് ഒരു പ്രത്യേക സാഹചര്യം മാത്രമാണെന്നും രാഷ്ട്രീയമായവർക്ക് ഇപ്പോഴും സമദൂര നിലപാടുള്ളതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. NSSുമായും SNDPയുമായും കേരളത്തിലെ മറ്റ് സാമുദായിക സംഘടനകളുമായും തനിക്ക് വർഷങ്ങളായുള്ള ദൃഢമായ വ്യക്തിബന്ധമാണ് ഉള്ളതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സമരമുറകളിലെ സംസ്കാരത്തെക്കുറിച്ചും ചെന്നിത്തല തന്റെ നിലപാട് വ്യക്തമാക്കി. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വീടിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ റീത്ത് പ്രതിഷേധത്തെ അദ്ദേഹം പൂർണ്ണമായും തള്ളിപ്പറഞ്ഞു. പ്രതിഷേധിക്കാനുള്ള അവകാശം ജനാധിപത്യത്തിൽ ഉണ്ടെങ്കിലും ഒരാളുടെ വീട്ടിൽ കയറി റീത്ത് വെക്കുന്നത് കേരളത്തിലെ സംസ്കാരത്തിന് ചേർന്നതല്ല. ഇത് CPIMന്റെ ശൈലിയാണെന്നും മുൻപ് MN വിജയന്റെ വീടിന് മുന്നിൽ അവർ ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നമ്മൾ അവരെ അനുകരിക്കേണ്ട കാര്യമില്ലെന്നും രാഷ്ട്രീയ വിമർശനങ്ങൾ മാന്യമായ രീതിയിലായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വ്യക്തിപരമായ കടന്നാക്രമണങ്ങളോടോ അപമര്യാദയായ പെരുമാറ്റത്തോടോ തനിക്ക് ഒരിക്കലും യോജിപ്പില്ലെന്നും രാഷ്ട്രീയത്തിൽ ഒരു മിതത്വം പാലിക്കേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. UDFനെ അധികാരത്തിൽ എത്തിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയുള്ള ഐക്യപ്പെട്ട പ്രവർത്തനങ്ങളാകും വരും ദിവസങ്ങളിൽ തന്റെ ഭാഗത്തു നിന്നുണ്ടാകുക എന്ന ഉറപ്പോടെയാണ് രമേശ് ചെന്നിത്തല തന്റെ നിലപാടുകൾ അവസാനിപ്പിച്ചത്.